നമ്മുടെ കേരളത്തിൻ്റെ പഴക്കം ചെന്ന യുദ്ധങ്ങൾ, ലോകത്ത് ദ മദർ ഓഫ് മാർഷൽ ആർട്സ് എന്നറിയപ്പെടുന്ന കളരിപ്പയറ്റ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കതിൻ്റെ ഉത്ഭവം, അതിൻ്റെ തുടക്കം എന്നിവയെക്കുറിച്ച് നോക്കാം. നമസ്കാരം ഗുരു. നമസ്കാരം ശിവകുമാർ. ഗുരുക്കളെ, ഈ കളരി എന്ന് പറയുന്നത് വേൾഡ്സ് ഓൾഡസ്റ്റ് മാർഷൽ ആർട്ട് എന്ന് കേൾക്കാറുണ്ട്. എന്താണ് അതിൻ്റെ പാരമ്പര്യം? നമ്മുടെ മാധവമഠം CVN കളരി വടക്കൻ സമ്പ്രദായമാണ് പഠിപ്പിക്കുന്നതും തുടരുന്നതും. അതിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് പരശുരാമൻ നിന്നാണ് എന്നുള്ള ഒരു ഐതിഹ്യം. കേരളത്തിൻ്റെ ഉൽപ്പത്തിയോളം പഴക്കമുണ്ട് കളരിപ്പയറ്റിൻ്റെ പാരമ്പര്യത്തിനും എന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നതും വിശ്വസിക്കുന്നതും. അതിനൊരു ചരിത്രപരമായി ഒരു അടിസ്ഥാനമില്ലെങ്കിൽ പോലും അതൊരു വിശ്വാസമാണ്. അപ്പോൾ വിശ്വാസത്തെ മുൻനിർത്തിയാണ് കളരി മുന്നോട്ട് പോകുന്നത്. മാർഷൽ ആർട്ട് ഫോം എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു മാർഷൽ ഡിസിപ്ലിൻ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിന് പഠിപ്പിക്കുന്നതിനൊരു സിലബസ് ഉണ്ട്. ആ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ആ കാലഘട്ടം മുതൽ കളരി പയറ്റ് തുറന്നു കൊണ്ടുപോകുന്നത്. അതായത് നമ്മൾ അടിസ്ഥാനമായ കാലുകൾ എടുപ്പിച്ച് ഒരു ശരീര സ്വാധീനം ഉണ്ടാക്കി പിന്നെ ആയുധാഭ്യാസം പഠിപ്പിക്കുന്ന രീതിയാണ് വടക്കൻകളരിയിലുള്ളത്. അപ്പോൾ ആ ഒരു മാർഷൽ ആർട്ട് ഡിസിപ്ലിൻ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ബാക്കിയുള്ള എല്ലാ മാർഷൽ ആർട്സിൻ്റെയും ഒരു, കാരണം എക്സിസ്റ്റൻസ് അത് തുടർന്നു കൊണ്ടുപോകുന്ന എത്രയോ വർഷങ്ങൾ കൊണ്ട് തുടർന്നു പോകുന്ന ഒരു ശൈലി ആയതുകൊണ്ട് അതിൻ്റെ പഴക്കം അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഗുരുക്കളെ, അതുപോലെ ഈ തെക്കൻ കളരി, വടക്കൻ കളരി എന്നിങ്ങനെ രണ്ട് സമ്പ്രദായമുണ്ടല്ലോ. എന്താണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം? നമ്മൾ കളരിപ്പയറ്റിൻ്റെ ഉത്ഭവം പറയുമ്പോഴും കേരളത്തിൻ്റെ ഉത്ഭവം പറയുമ്പോഴും പരശുരാമൻ കണ്ടെടുത്ത അല്ലെങ്കിൽ വീണ്ടെടുത്ത കേരളം എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം തന്നെ ഗോകർണം മുതൽ ഇങ്ങ് തെക്ക് കന്യാകുമാരി വരെയുള്ള ഭാഗമായിട്ടാണ് പറയുന്നത്. കളരിപ്പയറ്റിൻ്റെ ഒരു പ്രഭാവം നോക്കിയാൽ അതിനെ രണ്ട് ശൈലികളായിട്ട് നമുക്ക് കാണേണ്ടി വരും. ഒന്ന് വടക്കോട്ടുള്ളൊരു ശൈലിയും തെക്കോട്ടുള്ള വേറൊരു ശൈലിയും. ഈ വടക്കോട്ടുള്ള ശൈലി ആണ് ശരിക്കും വടക്കൻ സമ്പ്രദായം എന്ന് നമ്മൾ പറയുന്നതാണ് പരശുരാമ സമ്പ്രദായമായിട്ട് ഇന്ന് നിലനിന്ന് പോരുന്നത്. തെക്കൻ സമ്പ്രദായം അഗസ്ത്യമുനിയിൽ നിന്ന് വന്നതായിട്ടും അതിനൊരു സിദ്ധ പാരമ്പര്യം ഉള്ളതായിട്ടും നമുക്ക് വ്യക്തമായി അതിൻ്റെ ചികിത്സാ അനുഭവങ്ങളാണെങ്കിലും അതിൻ്റെ പഠിപ്പിക്കുന്ന ശൈലിയിലാണെങ്കിലും അത് പ്രകടമായി കാണാൻ പറ്റും. അപ്പോൾ അതിനെ അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊണ്ട് തന്നെയാണ് ഗുരുക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് രണ്ടും പരിശീലിക്കുന്ന രീതിയിലേക്ക് കളരിപ്പയറ്റ് പ്രസ്ഥാനം മാറിയിട്ടുണ്ട്. അതിന് ഒരുപാട് നല്ല കാര്യങ്ങളുമുണ്ട്, എന്നാൽ ചില ന്യൂനതകളുമുണ്ട്. കാരണം രണ്ട് ലാംഗ്വേജുകൾ നമ്മൾ ഒരുമിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ തന്നെയാണ് ആ ഒരു പ്രശ്നം അതിനകത്തുള്ളത്. പക്ഷെ അത് ദീർഘകാലത്തിൽ മനുഷ്യൻ എന്തും അബ്സോർവ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. അപ്പോൾ മനുഷ്യന് അതും പ്രായോഗികമായി ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ അത് ഈസിയായി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്തായാലും സമ്പ്രദായങ്ങൾ രണ്ടും രണ്ട് തന്നെയാണ്. അതുപോലെ ഈ നമ്മൾ കളരി അഭ്യസിക്കാൻ ഇത്ര വയസ്സ് വരെ പാടുള്ളൂ, അല്ലെങ്കിൽ അതിനൊരു പ്രായപരിധി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. വടക്കൻ കളരി പ്രത്യേകിച്ചും ഒരു പ്രായത്തിലാണ് അത് തുടങ്ങേണ്ടതെന്നുള്ളതിനൊരു സ്പെസിഫിസിറ്റി പറയുന്നുണ്ട്. 18 വയസ്സിന് മുന്നേ 7 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ളതാണ് ഒരു ഐഡിയൽ ഏജ് ആയിട്ട് എടുക്കുന്നത്. 7 വയസ്സ് വരെ നമ്മുടെ ശരീരത്തിൻ്റെ ഘടന ഒന്ന് ശരിയായി വരാൻ വേണ്ടിയിട്ട് ബാല്യം, ആ പ്രായം ജനിച്ചൊരു കുട്ടി 7 വയസ്സാവുന്നവരെ ശരീരത്തിൻ്റെ ഒരു ഉറപ്പ് കിട്ടുന്നൊരു പ്രായം. അത് കഴിഞ്ഞ് ബോഡി ഫ്ലെക്സിബിലിറ്റി നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നൊരു പ്രായം. ശരീര സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് മോൾഡ് ചെയ്യാൻ, ശരീരത്തിനെ മോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു ഐഡിയൽ ഏജ് എന്ന് പറയുന്നത് എപ്പോഴും 7 മുതൽ 18 വയസ്സ് വരെയാണ്. ബോൺ സെറ്റിങ്സ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ പറ്റില്ല എന്നല്ല, നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ അളവ് കൂടേണ്ടി വരും. അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ അഭ്യസിച്ച് വരുന്ന ഒരാൾക്ക് പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എളുപ്പമാണ്. ഇപ്പോൾ പക്ഷേ ഒരു വ്യായാമം എന്നുള്ള രീതിയിൽ കളരിക്ക് ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നു ഗുരുക്കൾ, രാമചന്ദ്ര ഗുരുക്കളുള്ളപ്പോൾ തന്നെ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല പ്രായത്തിലുള്ള ആൾക്കാരെയും രോഗത്തു നിന്നൊരു മുക്തി കിട്ടാൻ അല്ലെങ്കിൽ രോഗം വരാതിരിക്കാൻ കളരിപ്പയറ്റിനത്തിൻ്റെ ഇൻറ്റൻസിറ്റി, നമുക്ക് ഒരു ഇൻറ്റൻസ് ട്രെയിനിങ് ഒരുപക്ഷെ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങുന്ന ഒരാൾക്കേ പറ്റുള്ളായിരിക്കും. അത് കഴിഞ്ഞ് 18 വയസ്സിന് ശേഷം 20 വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു 30 വയസ്സിന് ശേഷം തുടങ്ങുന്ന ഒരാൾക്ക് ആ ഇൻറ്റൻസിറ്റി കുറച്ച് എന്നാലൊരു വ്യായാമം എന്നുള്ള രീതിയിൽ അത് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ ശ്രീ പരശുരാമനും കളരിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. പരശുരാമനെ കളരിപ്പയറ്റുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ വളരെ രസകരമായ രീതിയിലാണ് വടക്കൻ പാട്ടുകളിലും താളിയുടെ ഗ്രന്ഥങ്ങളിലും ഒക്കെ പറഞ്ഞു പോകുന്നത്. കേരളം എന്നൊരു ഭൂമിയല്ലോ പരശുരാമൻ തൻ്റെ പ്രതിഷ്ഠയാലെ, ഗുരുസ്ഥാനം തന്നിൽ നിന്നുകൊണ്ട് ഗോകർണം നോക്കിയൊരു ബാണമെയ്തു, ആടലായി ഭൂമി പകർന്നു നിന്നു,
വരുണനെ നീക്കിയിട്ട് ഭൂമിയാക്കി. ഈ തരത്തിലാണ് അദ്ദേഹം ഒരു ഭൂമി വീണ്ടെടുത്തതായിട്ടാണ് പറയുന്നത്. അതായത് അദ്ദേഹം ദാനം ചെയ്ത് അദ്ദേഹത്തിന് ലഭിച്ച ഈ ക്ഷത്രിയ നിഗ്രഹത്തിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹം ക്ഷത്രിയരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ലഭിച്ച ധനവും ഭൂമിയും എല്ലാം കശ്യപ മഹർഷിക്ക് ദാനം ചെയ്ത് തെക്കോട്ട് വന്നു എന്നാണ്. ഒന്നും ഇല്ലാത്ത ഒരാളായിട്ട്, തീർത്തും സന്യാസിയായിട്ട് തെക്കോട്ട് വരികയും ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു തപസ് ചെയ്യാൻ, ധ്യാനിക്കാനൊരു ഭൂമി ആവശ്യമെന്ന് തോന്നുകയും അപ്പോൾ വരുണനോട് ആവശ്യപ്പെടുകയാണ് ഒരു ഭൂമി. അപ്പോൾ അദ്ദേഹം അത് നിങ്ങൾ തന്നെ ആവശ്യമുള്ള ഭൂമി കടലിൽ നിന്ന് എടുത്തോളൂ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അദ്ദേഹം ഒരു ഗോകർണത്ത് നിന്ന്, അല്ല കന്യാകുമാരിയിൽ നിന്ന് ഗോകർണത്തേക്ക് ബാണം ചെയ്തു. ബാണം അദ്ദേഹത്തിൻ്റെ ബാണം ഉദ്ദേശിക്കുന്ന പരശുവാണ്. അതെടുത്ത് എറിയുന്നു. അത്രയും ഭൂമി കടലിൽ നിന്ന് മാറി നിൽക്കുന്നു. അതിന് അദ്ദേഹം, അപ്പോൾ ഭൂമിക്കൊരു ഇളക്കം ഉണ്ടായിരുന്നു എന്നാണ്. ആ ഇളക്കം മാറ്റാനായിട്ടാണ് അദ്ദേഹം പ്രതിഷ്ഠ ചെയ്തതെന്നും ആ പ്രതിഷ്ഠകളാണ് പിന്നീട് കളരികളായിട്ട് പരിണമിച്ചതെന്നുമാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പം അതിനകത്ത് തന്നെ തിരുവനന്തപുരത്തിന് വളരെയധികം പ്രാധാന്യമുള്ളത് തിരുവല്ലത്തുള്ള പരശുരാമ ക്ഷേത്രം തിരുവനന്തപുരത്ത് ആണ് നിൽക്കുന്നത്. ഇന്ത്യയിൽ ഒരേ ഒരു ക്ഷേത്രം എന്നുള്ളതല്ല, ക്ഷേത്രങ്ങൾ മറ്റു പലതുമുണ്ട്. പക്ഷെ നിത്യപൂജയുള്ള ഒരു പരശുരാമ ക്ഷേത്രം തിരുവല്ലത്തുള്ള ക്ഷേത്രമാണ്. പിന്നെ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു പാപം ഭാരം പേറിയിരുന്ന ഒരാൾ കൂടെ ആയിട്ടാണ് പരശുരാമനെ കാണുന്നത്. മാതാവിനെ വധിച്ചു. അപ്പോൾ അത് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരമാണ്. എന്നാൽ പോലും അദ്ദേഹം പുനരുജ്ജീവിപ്പിച്ചു എന്നാണ് പറയുന്നത്. അമ്മ പിന്നെ ഒരു വരൻ ഇടിച്ച് അമ്മയെ പുനരുജ്ജീവിപ്പിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അത് കൂടാതെ ഈ നിഗ്രഹങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പാപഭാരമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതിന് ശേഷം ഈ പ്രതിഷ്ഠ ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാങ്കല്പികമായി അദ്ദേഹം ബലിയിട്ടിട്ടുണ്ടെന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം. എന്തായാലും അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ പോയി ബലിയിടുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി, ഒരു ആത്മശാന്തിക്ക് വേണ്ടി ചെയ്യുന്ന ബലിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് തിരുവല്ലത്ത്. അപ്പോൾ അത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ദേശത്താണ് നമ്മുടെ കളരി എന്നുള്ളതും നമുക്കെപ്പോഴും ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പരശുരാമൻ കളരിയുടെ, വടക്കൻ കളരിയുടെ ഉപജ്ഞാതാവ്, അല്ലെങ്കിൽ അദ്ദേഹമാണ് അതിൻ്റെ ഗുരുവായി നമ്മൾ ആരാധിച്ചു പോരുന്നത്. പരശുരാമന് വീരരാമൻ എന്നൊരു പേരുണ്ട്. അദ്ദേഹം ശിവൻ്റെ ശിഷ്യനാണ്. നമ്മുടെ യുഗങ്ങളെടുത്ത് നോക്കിയാൽ ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഒക്കെ നമുക്ക് പരശുരാമനെ കാണാം. ബാക്കിയുള്ള അവതാരങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു ഒരു യുഗത്തിൽ മാത്രം നിൽക്കുന്നതാണെങ്കിൽ, മറ്റത് യുഗങ്ങൾ താണ്ടി പോകുന്നൊരു അവതാരമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം തന്നെ കൽക്കിയുടെ ഗുരുവായി പരിണമിക്കുക എന്നുള്ളതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വേദങ്ങളിലൊക്കെ അങ്ങനെ പറയുന്നു, പുരാണങ്ങളിലൊക്കെ അങ്ങനെ പറയുന്നു. അപ്പോൾ അദ്ദേഹം ശിവശിഷ്യനാണ്. അതുപോലെ നമ്മളെ ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻസ് അദ്ദേഹത്തിൻ്റെ ഗുരുതുല്യമായി കാണുന്നത് മഹാഭാരതം എടുത്ത് നോക്കുമ്പോൾ നമുക്കതിനകത്ത് ദ്രോണരുടെ ഗുരുവായിട്ടും ഭീഷ്മരുടെ ഗുരുവായിട്ടും കർണൻ്റെയും ഗുരുവായിട്ടും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആയുധാഭ്യാസത്തിൽ അദ്ദേഹത്തിന് അത്രത്തോളം പ്രാഗൽഭ്യമുണ്ട്. ഒരു അതിശയോക്തി എന്നുള്ള രീതിയിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. അദ്ദേഹത്തിന് മഹാഭാരത യുദ്ധത്തിൽ ഏതെങ്കിലും ഒരു പക്ഷം ചേരാനായിട്ട് രണ്ട് കൗരവരും പാണ്ഡവരും സമീപിക്കുന്നു. പക്ഷെ അദ്ദേഹം പക്ഷം ചേർന്നില്ല. ഒരു പക്ഷേ അദ്ദേഹം ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നിരുന്നെങ്കിൽ ഇത്ര നാൾ നീണ്ടു നിൽക്കേണ്ടിയിരുന്ന ആ യുദ്ധം ഒരു ദിവസം കൊണ്ട് അവസാനിക്കുമായിരുന്നു. അത്രയും ആയുധബലമുള്ള ഒരാളായിട്ടാണ് പരശുരാമനെ കാണുന്നത്. അതിന് വ്യക്തമായ തെളിവുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഐതിഹ്യത്തിൽ പറയുന്ന അനുസരിച്ച് അദ്ദേഹം ഒരു ക്ഷത്രിയ വിരോധിയാണ്, ബ്രാഹ്മണനാണ്, ക്ഷത്രിയ വിരോധിയാണ്. ഏകദേശം 21 തവണ ക്ഷത്രിയരെ എല്ലാവരെയും എനിക്കൊന്ന് ഭാരതം ഒട്ടാകെ നടന്ന് വധിച്ചതായിട്ടുമൊക്കെ അവരുടെ വംശം തന്നെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ച ഒരാളാണ്. അപ്പോൾ ആയുധബലം കൊണ്ട് പരശുരാമനോളം വലിയൊരു യോദ്ധാവ് എങ്ങും എനിക്കൊന്നും അതിനകത്ത് കാണുന്നില്ല. ഒരു മനുഷ്യ സ്വഭാവമുള്ള ഒരു അവതാരം. അപ്പോൾ നമുക്കതിനെ അങ്ങനെ ആ ഒരു അർത്ഥത്തിലാണ് എടുക്കാൻ സാധിക്കും. വടക്കൻ കളരിയിലെ സമ്പ്രദായത്തെക്കുറിച്ചൊന്ന് ശരിയായിരിക്കാം. പരശുരാമൻ ബ്രാഹ്മണർക്കാണ് കളരിപ്പയറ്റ് ആദ്യമായി ഉപദേശിച്ചു കൊടുത്തതായിട്ടാണ് പറയുന്നത്. അതിൽ തന്നെ 4 വിഭാഗക്കാർക്ക്, അല്ലെങ്കിൽ 4 ബ്രാഹ്മണ ഇല്ലങ്ങൾക്കായിട്ടത് വിഭജിച്ചു കൊടുത്തു, അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തു എന്ന് വിശ്വസിക്കുന്നു. അതിൽ ദ്രോണംപള്ളി, ഘോരംപള്ളി, ഉഗ്രംപള്ളി, ഉള്ളു, തിരുത്തിനാട്, ഇങ്ങനെ 4 വിഭാഗങ്ങളാണ് പറയുന്നത്. അവരാണ് പിന്നെ അവരിൽ നിന്ന് ഒരു 21 ഗുരുക്കന്മാരുണ്ടാവുകയും പിന്നെ അവരൊരു 108 കളരികളെ സ്ഥാപിക്കുകയും ചെയ്ത് അതിൻ്റെ പിന്തുടർച്ചക്കാരായിട്ടാണ് ഇന്ന് നമ്മൾ കേരളക്കരയൊട്ടാകെ കാണുന്ന കളരികൾ സ്ഥാപിക്കപ്പെട്ടതായിട്ടാണ് ഒരു ഐതിഹ്യം. ഇത് കൂടാതെ പിന്നെ പിൽക്കാലത്ത് പരിണമിച്ചതാണ് നമ്മൾ തുളുനാടൻ സമ്പ്രദായമെന്നും കടത്തനാടൻ സമ്പ്രദായമെന്നും
മലബാറിലുണ്ടാകുന്ന ആ സമ്പ്രദായങ്ങൾക്കെല്ലാം പേര് വന്നത് അങ്ങനെ ആവാനാണ് സാധ്യത. ഐതിഹ്യപരമായി ഈ ഒരു 4 സമ്പ്രദായങ്ങളാണ് നമുക്ക് താളിയോല ഗ്രന്ഥങ്ങളിലും ഒക്കെ പറഞ്ഞ് കേൾക്കുന്നതും കാണുന്നതുമൊക്കെ ആ സമ്പ്രദായങ്ങളാണ്. പിന്നെ എല്ലാം പരിണമിക്കും. നമ്മൾ നമ്മുടെ സംസ്കാരമാണെങ്കിലും നമ്മുടെ ജീവിതമാണെങ്കിലും പരിണാമത്തിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ പരിണമിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്ന വടക്കൻ തെക്കൻ മധ്യ കേരള സമ്പ്രദായം എന്നൊക്കെ നമ്മൾ ഈ പറയപ്പെടുന്ന ശൈലികളെല്ലാം തന്നെ. ഈ കളരി ഇപ്പോൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ശരീരത്തെ അറിയുക എന്നതാണ് കളരിപ്പയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഭ്യാസിയാവുന്നത് അതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ഘടകമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ദൈനംദിനമായി ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അഭ്യാസാത് പ്രാപ്യതേ സിദ്ധി എന്നാണ്. എന്നും ചെയ്യുന്നത് ഒരു സിദ്ധിയായി മാറുമെന്നാണ്. അപ്പോൾ നമ്മളറിയാതെ കിട്ടുന്നൊരു സിദ്ധിയാണ് ഈ ബാല്യത്തെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. അതായത് പറഞ്ഞില്ലേ, 7 വയസ്സ് മുതൽ 18 വയസ്സ് വരെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ശരീരത്തെ അധ്വാനിപ്പിക്കുന്നുണ്ടെങ്കിലും അത് ഒരുപക്ഷെ നമ്മുടെ എനർജി ലെവൽ അത്രയും കൂടുതലായതുകൊണ്ട് ആ പ്രായത്തിൽ നമ്മളുടെ ശരീരത്തിന് അത്രയും കഷ്ടതകൾ നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ ആ സമയത്ത് നമുക്ക് ഒരുപാട് അഭ്യാസ പാഠവും ലഭിക്കും. അതിൻ്റെ പ്രയോജനം ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവുന്നത് അത് തുടർന്നുകൊണ്ട് പോയി നമ്മൾ നിൽക്കുന്ന ഒരു 30 വയസ്സിലായിരിക്കും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ എന്നും നിത്യതൊഴിലിൽ നമുക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് നമ്മൾ ഫിസിക്കലി ഫിറ്റാണെന്ന് പറയുമ്പോൾ അതിനെ ഈസി അസസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സ്ഥിരം ചെയ്യാതിരിക്കുന്നൊരു ജോലി. ഉദാഹരണത്തിന് നിങ്ങളെല്ലാം ശബരിമലയിൽ പോകുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ ശബരിമല യാത്ര പോകുമ്പോൾ നമ്മളൊരു മല കയറുന്നു. നമ്മളെന്നും ചെയ്യുന്നൊരു ജോലിയല്ല. കളരിയിൽ ഉള്ള നിങ്ങളും അല്ലെങ്കിൽ കളരി പഠിക്കാത്ത ഒരാൾ, ചിലപ്പോൾ വേറെന്തെങ്കിലും വ്യായാമം ചെയ്യുന്ന ഒരാളും ആയിക്കോട്ടെ, ചെയ്യാത്ത ഒരാളും ഒരു 3-4 പേരുമായിട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വ്യത്യാസം, ആ വ്യത്യാസമാണ് നമ്മുടെ ശരീരത്തിൽ കളരിപ്പയറ്റ് അല്ലെങ്കിൽ ഏതൊരു വ്യായാമം സ്റ്റാമിന നമുക്ക് അതിനെ പറയാം. സ്റ്റാമിന എന്ന് നമ്മളൊരു വാക്കുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കുന്നു മാത്രം. നമ്മൾ അതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു ആ പേരിട്ട് അതിനെ വിളിക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ യാത്ര പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം എന്താണോ അതാണ് കളരിപ്പയറ്റിൻ്റെ ഗുണം. അല്ലാതെ നമ്മൾ വാളുംപരിചി ഉപയോഗിക്കുന്നുണ്ടാവാം, വെറും കൈ ഉപയോഗിക്കുന്നുണ്ടാവാം, മർമ്മം ചെയ്യുന്നുണ്ടാവാം, ചികിത്സ ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ നമ്മൾ ഒരുപക്ഷെ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനപ്പുറം മറ്റുള്ള ആൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ചികിത്സ ചെയ്യുന്നത് മറ്റൊരാളുടെ ഗുണത്തിന് വേണ്ടിയും നമ്മളൊരു പെർഫോമൻസ് ചെയ്യുന്ന മറ്റുള്ളവരെ കാഴ്ചക്കാരെ അമ്പരിപ്പിക്കാൻ വേണ്ടിയും ചെയ്യുന്നതാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഗുണഭോക്താവുക എന്നുള്ളതാണ് കളരിപ്പയറ്റിൻ്റെ അടിസ്ഥാന തത്വം. അതിന് കായികാഭ്യാസം മാത്രം തന്നെ ധാരാളമാണ്. ആയുധാഭ്യാസം അതിനകത്തൊരു ഫാക്ടറേ അല്ല. ഇന്നത്തെ കളരി വിദ്യ എപ്പിസോഡിൽ വടക്കൻ കളരി സമ്പ്രദായത്തെക്കുറിച്ചും ശ്രീ പരശുരാമനും കളരിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമാണ് നമ്മൾ കേട്ടത്. മറ്റൊരു എപ്പിസോഡിൽ കളരിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം.